ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും. ഞാനിപ്പോൾ കൊച്ചിയിൽ തന്നെ എല്ലാ പത്രങ്ങളിലും എല്ലാത്തിലും വാർത്തകൾ മേയർ തിരഞ്ഞെടുപ്പുമായിട്ടുള്ള കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി UDF ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഈ ബാക്കിയുള്ള വിശദമായ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് KPCCയിൽ നിന്ന് ഒരു നിർദ്ദേശം വരും. പ്രൊസീജിയർ എങ്ങനെയാണ്? ഞങ്ങൾക്കൊരു പ്രൊസീജിയറുണ്ട്. അത് ആകുന്നില്ല. ഒരു സത്യപ്രതിജ്ഞ പോലും 21-ാം തീയതിയല്ലേ. അത് കഴിഞ്ഞിട്ടൊരു പ്രൊസീജിയറുണ്ട്. മേയറെയും ചെയർമാനെയും പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കാൻ അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരു നടപടിക്രമമുണ്ട്. അത് KPCC പ്രസിഡന്റ് നിന്ന് പ്രഖ്യാപിക്കും. ആ നടപടിക്രമം അനുസരിച്ച് ചെയ്യുന്നു. അതിന് മുമ്പ് എങ്ങനെയാണ് ഞങ്ങൾ മേയറെ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് മേയറെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും നിങ്ങൾ ഓരോ മേയറെ തിരഞ്ഞെടുക്കുക. നിങ്ങളെന്ന് വെച്ചാൽ പലരും പല പത്രങ്ങളും പല മാധ്യമങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേയർമാരെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് അതിനെങ്കിലുള്ള ഒരു അനുവാദം എന്താ? നിങ്ങൾ ഞങ്ങളുടെ നടപടിക്രമം KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് DCC പ്രസിഡന്റിന് യോഗം കൂടി തീരുമാനമെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ വന്നുകൂടെ വന്ന് ഇന്ന ആളാണ് മേയർ എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ പാർട്ടിയിൽ അതൊന്നും നടക്കില്ല. അതൊക്കെ CPM-ൽ ഇന്നലെ പോയി ഒപ്പിട്ട് വന്നിട്ട് സെക്രട്ടറിയേറ്റിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് അങ്ങനെയാണെന്ന് പറഞ്ഞു. ഏത് ഗവർണറായിട്ട് ഒത്തുതീർപ്പേ ഉണ്ടാക്കിയിട്ട് വന്ന് അങ്ങനെയുള്ള നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. സെക്രട്ടേറിയറ്റിൽ ചോദിച്ചു ഇത് ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് നല്ലതാണ്, അത് അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? ഈ ഷിയാസ് സമ്മതിക്കില്ല ഞാനങ്ങനെ പറഞ്ഞാൽ. ഞങ്ങളുടെ പാർട്ടിയിൽ അതൊന്നും നടക്കില്ല. അവൻ അത് വേറെ തീരുമാനിക്കുന്നത് ഞാനല്ല, DCC പ്രസിഡന്റും അല്ല. അതിനൊരു നടപടിക്രമം വരും. ആ നടപടിക്രമം KPCC നിന്ന് തന്നാൽ അതനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മീറ്റിംഗ് വിളിച്ച് കൗൺസിലർമാരുടെ യോഗം ചേർന്ന് അവരുടെ അഭിപ്രായമൊക്കെ കിട്ടുക. അല്ലെങ്കിൽ മുകളിൽ നിന്ന് കെട്ടിയെടുക്കുകയല്ല മേയറെ. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോഷ്യൽ മീഡിയയുടെ വായി മൂടിക്കെട്ടാൻ നമുക്ക് എന്തെങ്കിലും പറ്റുമോ? എന്നെപ്പറ്റി എന്തൊക്കെയാണ് പറയണത് സോഷ്യൽ മീഡിയയിൽ? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറവുണ്ട്. അതൊന്നുമില്ല. കോൺഗ്രസ് അനുഭവ ഗ്രൂപ്പൊന്നും അങ്ങനെ അവർക്ക് അറിയാമല്ലേ. അവരിപ്പോൾ സെക്രട്ടറി ഒന്നും എനിക്ക് തോന്നുന്നില്ല. അവരൊന്നും അല്ല തീരുമാനിക്കണത്. ഒരാളും അല്ല തീരുമാനിക്കുന്നത്. ഇത് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്ന നടപടിക്രമം. അത് അയച്ചിട്ടില്ല KPCC നിന്ന് അയക്കുള്ളൂ. അത് കിട്ടിയിട്ട് വേണ്ടി ഞങ്ങൾക്കൊന്നും വിളിക്കാൻ. KPCCയുടെ നിർദ്ദേശം കിട്ടാതെ DCC പ്രസിഡന്റിന് ആക്ട് ചെയ്യാൻ പറ്റുമോ? മിനിയാതെ ഏതോ പത്രത്തിൽ എഴുതി പ്രതിപക്ഷ നേതാവ് തീരുമാനിക്കും. ഞാനാണ് മേയറെ തീരുമാനിക്കുന്നത്. അത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ബാലൻസ് ഉണ്ടാവും. അങ്ങനെ ജാതിമത സമവാക്യങ്ങളൊന്നും പരിശോധിച്ചിട്ടൊന്നും അല്ലത് ചെയ്യുന്നത്. അർഹതപ്പെട്ട ആളുകളെ അവർക്ക് ഇതുണ്ടാവും. പിന്നെ ജയിച്ചു വന്നിരിക്കുന്ന ആളുകളോട് ചോദിക്കും, അവരുടെ അഭിപ്രായം ചോദിക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യവും പഞ്ചായത്ത് പ്രസിഡന്റ് വരെ സ്വീകരിച്ചത് ജയിച്ചു വന്ന ആളുകളുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് പാർട്ടി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അത് വളരെ സുതാര്യമായ ഒരു നടപടിക്രമമാണ്. CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് തീരുമാനിക്കുന്ന പോലെയല്ല. അങ്ങനെയല്ല. ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്. നിങ്ങൾ ദയവീതി ഞങ്ങളെ ഉപദ്രവിക്കില്ല. ഇതിലൊന്നും ആ ജയിച്ചതിൻ്റെ ഗ്രേസ് കളയല്ല ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളതിൻ്റെ നടപടിക്രമം ആരംഭിച്ചിട്ടില്ല. ഒന്നാ ജയിച്ച എല്ലാവരും സന്തോഷിച്ച് എല്ലാവരും നാട്ടിലൊക്കെ പോയി നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ അത്ഭുതപ്പെടും. എല്ലാ ദിവസവും വാർത്തയാണ് കൊച്ചിയിൽ ആരാണ് മേയർ എന്ന് പറഞ്ഞിട്ട്.